സാറേ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ നടന്ന മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ടാണ്. ഛത്തീസ്ഗഡിലെ ഇന്നലെ മാവോയിസ്റ്റ് വേട്ടയിൽ 30-ലധികം ഭീകരവാദികളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ നിന്നും ഉടൻ തന്നെ ഈ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കാൻ കഴിയുമോ? സംശയം എന്താ? ആരും വിചാരിച്ചതല്ല. വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണം എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. നോക്കൂ, ജമ്മു കാശ്മീരിൽ ഒരിക്കലും ചോര ഒഴിയുമെന്നോ നമ്മൾ വിചാരിച്ചതല്ല, ഒഴുകുമെന്നാണ് വിചാരിച്ചത്. മാറി, ചിത്ര ഗബ്ലിറ്റ് മാറി, ഒരു ടൂറിസ്റ്റ് സംസ്ഥാനമായിട്ട് അത് മാറിയിരിക്കുന്നു. പിന്നെ പഞ്ചാബ്, അത് AB വാജ്പേയിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഇല്ലാതാക്കിയതാണ്. പിന്നെ പഞ്ചാബിൽ പുതിയൊരു തരം ഭീകരവാദം വന്നു, കർഷക ഭീകരവാദം. പഞ്ചാബ് ഹരിയാന അതിർത്തി ഇങ്ങനെ കൈയടക്കിക്കൊണ്ട് അതിർത്തി കാക്കുന്ന കുറേ കർഷകർ അവിടെ തന്നെ ചടഞ്ഞ് കിടപ്പാണ്. അവിടെ കൃഷിയൊന്നുമല്ല, അതാണ് കൃഷി, സമരകൃഷി പിടിച്ച് അവിടുന്ന് ഭാഗത്തിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായിട്ട് ശരിയായ കർഷകരുമായിട്ട് ചർച്ച നടത്തി. പോസിറ്റീവാണ് നോട്ട്, തീർന്നിട്ടില്ല, അത് പോസിറ്റീവ് നോട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സമാധാനം വേണ്ടിടത്ത് സമാധാനം, യുദ്ധം വേണ്ടിടത്ത് യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് വാർ, അത് സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടിടത്ത് അത് കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് മുന്നേറുക. ഇനി നക്സലൈറ്റുകളിലേക്ക് വന്ന ഒരു കാലത്തും നക്സൽ വിമുക്തമാവുകയില്ല. ആന്ധ്രാപ്രദേശ് മുതൽ ഒറീസയുടെ ഒരു ഭാഗം മുതൽ മധ്യപ്രദേശും കഴിഞ്ഞ് ഈ ജാർഖണ്ഡ് വരെ ഛത്തീസ്ഗഡിൽ കൂടി നീളുന്ന ആ റെഡ് കോർണർ എന്നാണ് നമ്മൾ റെഡ് കോറിഡോർ എന്ന് പറയുന്നത്. ചുവന്ന ഇടനാഴി മുഴുവൻ കാടാണ്. ആ മേഖല മുഴുവൻ അസ്വസ്ഥരായ ആദിവാസികളും അവരുടെ മറവിൽ പ്രവർത്തിക്കുന്ന ഈ നക്സലൈറ്റുകളുടെ ലക്ഷ്യം മാവോവാദി രീതിയിൽ തന്നെ ഒരു വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിനെ, ജനാധിപത്യത്തെ, ഭരണഘടനയെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ചൈനയുടെ രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം, ഇരുമ്പ് മറ, യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഭരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി CPM പറയുന്ന അതേ ജനകീയ ജനാധിപത്യ വിപ്ലവം അതിന് പരുവപ്പെട്ട് കഴിഞ്ഞു. അതിന് പരുവപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വിപ്ലവം കേരളം വരെ ഉണ്ട്, വയനാട്ടിലും ഉണ്ടത്, വയനാട്ടിലൂടെ കയറുന്നുണ്ടത്. ആ കാടുകളെല്ലാം കടന്നാണ് ഇങ്ങനെ പോകുന്നത്. ആ കോർണർ അവിടെ തൊട്ട് പശ്ചിമഘട്ട മലനിരകളിൽ കൂടി ഈ ഛത്തീസ്ഗഡ് വരെ എത്തുന്നു. ഒന്ന് കൂടുതലുണ്ട്. പോലീസുകാർക്ക് പോകാൻ പേടിയാണ്, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാൻ പോലും പേടിയാണ്. കാരണം എന്താ? എപ്പോഴാണ് കുഴിബോംബ് പൊട്ടുക എന്നറിയില്ല. പട്ടാളക്കാരും പോലീസും വരാനുള്ള വഴികളിൽ മുഴുവൻ കുഴിബോംബ് കുഴിച്ചിട്ടിരിക്കും. അവർക്കറിയാം കുഴിബോംബ് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം, പട്ടാളക്കാർക്കറിയില്ല. പാവപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പോലീസുകാർ പോലും അവിടെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ കുഴിബോംബ് പൊട്ടി മരിച്ചു പോകാൻ അവസ്ഥ. ആദിവാസികളുമൊക്കെ മരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ദാ പട്ടാളം വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട് എന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. കാടിൻ്റെ മക്കൾ അവരെ വിശ്വാസത്തിലെടുത്തിരുന്നു ഇവരെ. അങ്ങനെയായിരുന്നു സ്ഥിതി. ആ ഇൻഫർമേഷനും കൊടുത്തു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്താ? ആദിവാസികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള എല്ലാ സാമ്പത്തിക പരിഗണനകളും നൽകി. ഈ വന നിയമം കാടിൻ്റെ അവകാശികളാക്കി അവരെ മാറ്റി. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് അവർ പിന്നോക്കം നിന്നിരുന്നത്. ആദിവാസി കുട്ടികളിൽ സമർത്ഥരായവർക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി. അതുകൂടാതെ ഏകലവ്യ സ്കൂളുകൾ തുടങ്ങി. അവിടെ നിന്നൊക്കെ മികച്ച ആദിവാസികൾ IAS വരെ കഴിഞ്ഞവരുണ്ട്, IITകളിൽ അഡ്മിഷൻ കിട്ടിയവരുണ്ട്, സമർത്ഥരായ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ശത്രുവല്ല ഇപ്പോൾ ഭരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ട്. ഇൻഫർമേഷൻ കൊടുക്കുന്ന പരിപാടി അങ്ങ് നിന്നു. ആ ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സ് പോയി. പിന്നെയോ വിവരങ്ങൾ ഇവർ തന്നെ അവിടുത്തെ പട്ടാളക്കാർക്കും അതുപോലെ തന്നെ ഈ സ്ക്വാഡുകളുണ്ട്, ആൻറ്റി മാവോയിസ്റ്റ് സ്ക്വാഡുകൾ, അവർക്കും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കാടിനുള്ളിലേക്ക് ചെന്ന് ഇവർ ഒളിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ആക്രമണം നടത്താൻ തുടങ്ങി. ഇപ്പോൾ പോയതും അങ്ങനെ തന്നെയാണ്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖല, അതാണ് ഏറ്റവും കുഴപ്പം പിടിച്ച സ്ഥലം, അപകടം പിടിച്ചത്. 2 ഏറ്റുമുട്ടലുകൾ നടത്തി. ഇന്നിടത്തുണ്ടെന്ന് അറിയാം, കൃത്യമായിട്ട് പോകാതെ എവിടെയെങ്കിലും പോയി തപ്പിക്കഴിഞ്ഞാൽ കുഴിബോംബ് പൊട്ടി ചത്തുപോരും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എത്ര പട്ടാളക്കാരാണ് മരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഭരണകാലത്ത്. അവിടെ പോയിട്ട് 2 ഏറ്റുമുട്ടൽ, ഒരിടത്ത് 26 പേര്, പിന്നെ ഒരിടത്ത് 4 പേര്. ആ വെടിവെച്ച് കൊല്ലുകയെ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഇവർ പട്ടാളക്കാരെ കൊല്ലും. അതിന് വിപ്ലവം കൊണ്ട് നടക്കും. തോക്കിൻ കുഴലിലൂടെ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ, അതാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റൊന്നിലും അവർ വിശ്വസിക്കുന്നില്ല. ഒരു പോലീസുകാരന്
അദ്ദേഹത്തിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. അവർ ജീവൻ ബലി നൽകിക്കൊണ്ടാണ് ഈ മൃഗങ്ങളിൽ നിന്ന്, ചെന്നായ്ക്കളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മൾ വലിയ ഒരു സല്യൂട്ട്. ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ, അടുത്ത മാർച്ചോട്. അത് ഇദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്, അടുത്ത വർഷത്തോടെ എന്നാണ് പറഞ്ഞത്, മാസം പറഞ്ഞിട്ടില്ല. അടുത്ത വർഷത്തോടു കൂടി ഈ നക്സലൈറ്റ് ശല്യത്തിൽ നിന്ന്, മാവോവാദി ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കും. മാവോയിസ്റ്റ് മുക്ത ഇന്ത്യയാണ് ലക്ഷ്യം. അത് അവർ നടപ്പാക്കുക തന്നെ ചെയ്യുകയാണ്. നടപ്പാക്കിയാണ്ട് വിജയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ മാത്രമല്ല, മഹാരാഷ്ട്രയിലും എല്ലാം മാവോയിസ്റ്റുകൾ പതുക്കെ പതുക്കെ നിൽക്കക്കള്ളി ഇല്ലാതെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ നമ്മുടെ ഈ വീണ ജോർജ് പറയുന്ന പോലൊന്നുമല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടി ആരോടൊപ്പം എന്ന് പറയുന്നു, അവരുടെ നാശകാലമാണ്. അങ്ങനെയാണ് മഞ്ജുഷ എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീ, നവീൻ ബാബുവിൻ്റെ ഭാര്യ, ഞാൻ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞു. കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞതോടുകൂടി അവർ കോടതിയിൽ പോകുന്ന കേസുകളെല്ലാം പ്രോസിക്യൂട്ടർ വാദിച്ച് തോൽപ്പിക്കുക. CBI അന്വേഷണം എന്ന് പറയുന്ന അവരുടെ സ്വപ്നം നശിച്ച് നാറാണക്കല്ല് വെപ്പിച്ചു. PP ദിവ്യയോടൊപ്പം, ആ PP ദിവ്യയോടുള്ള കുടുംബത്തിനൊപ്പം നിൽക്കുന്നതിന് അവർ പറയുന്ന പേരാണ് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം എന്ന് പറയുന്ന പേര്. അങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ല, ഞങ്ങൾ CITU തൊഴിലാളികളോടൊപ്പമാണ് എന്ന് വീണ ജോർജ് പറയുന്നതിന് പകരം പറയുന്നതാണ് ഞങ്ങൾ ആശാ വർക്കർമാർക്കൊപ്പം. അല്ല എന്നുള്ളതിൻ്റെ ഒരു നല്ല ഒന്നാന്തര ഉദാഹരണമാണ്. ഇന്നലെ പോയി ക്യൂബക്കാരെ കണ്ടിട്ട് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഡിന്നറും കഴിച്ചിട്ട് വന്നത്. മന്ത്രിയെ കാണാനൊന്നും ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതിനുള്ള ഒരു ആഗ്രഹവും അവർക്കുണ്ടായിരുന്നില്ല. വേണ്ടത്ര ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് മന്ത്രിയെ കണ്ടിട്ട് തിരിച്ചു പോരാമെന്ന്. അങ്ങനെ മന്ത്രിയെ കാണാതിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല BJP ഗവൺമെൻറ്. നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ കണ്ടല്ലോ, നിതിൻ ഗഡ്കരിയെ എത്ര തവണ കാണുന്നു, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയെ പോയി കണ്ടിട്ടില്ലേ ഇവിടുന്നുള്ള ആൾക്കാർ? അവരെല്ലാം അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് ചുമ്മാതെ തട്ടിപ്പ്, ആളുകളെ പറ്റിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ കുഴപ്പക്കാരെന്ന് വരുത്തി തീർക്കാനുള്ള വിഫലമായ ശ്രമം നടത്തി. അതും പാളീസായിപ്പോയി. അതാണ് സംഭവിച്ചത്. ഇതങ്ങനല്ല, ഇച്ഛാശക്തിയോടുകൂടി ആ മന്ത്രി പറയുന്ന വാക്ക് സമയബന്ധിതമായി നടപ്പാക്കുക. അത്ര നിസ്സാരമായ കാര്യമൊന്നും അല്ലാതെ ജീവൻ പണയം വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. VC ശുക്ലയെ കൊന്നിട്ടുള്ളവരാണ് ഈ മാവോവാദികൾ, അറിയാമല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം അനുസരിച്ച് ഈ അതിർത്തിയിലായാലും രാജ്യത്തിനുള്ളിലായാലും രാജ്യത്തെ എതിർക്കുകയാണെങ്കിൽ ശക്തമായ മറുപടി നൽകണം. അതാണ് നയമല്ലേ? അതാണ് അത് ചെയ്യുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ടാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഈ ശത്രുക്കൾക്ക് ഇവരെയൊക്കെ കൊല്ലാവുന്നതേ ഉള്ളൂ. അതും നേരിടാൻ തയ്യാറായിക്കൊണ്ടാണ് ചെയ്യുന്നത്. അമിത്ഷായും അത് തന്നെ. VC ശുക്ലയെ വരെ, മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന VC ശുക്ലയെ കൊന്നവരാണ് ഇവർ. വലിയ കാര്യം, അമിത്ഷായെ കൊല്ലാനുള്ള ശക്തി ഇവർക്കുള്ളതാണ്. അത്ര ശക്തമായിട്ടുള്ള ശത്രുവാണിത്. അവരെ നേരിട്ട്, അവരുടെ മാളത്തിൽ തന്നെ നേരിട്ട് തകർക്കുമെന്നൊരു വാക്ക് പറയണമെങ്കിൽ എത്ര ശക്തനായിട്ടുള്ള ഒരു ആഭ്യന്തര മന്ത്രിയാണ് നമുക്കുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. കാശ്മീരിനെ മുക്തമാക്കി കഴിഞ്ഞല്ലോ. ഒരു രാജ്യം മുഴുവനും, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മുഴുവനും. ഇനി ഈ മരണത്തിന് വേണ്ടി മനുഷ്യാവകാശ സംഘടനകളും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനവും രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. PUCL എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ബൗദ്ധിക വിഭാഗമുണ്ട് നക്സലൈറ്റുകളുടെ. PUCL, പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ്. അതുപോലെ അരുന്ധതി റോയി എന്നൊക്കെ പറയുന്നത് പോലെ കുറേ മയക്കുമരുന്ന് ബുദ്ധിജീവികളുണ്ട്. ഇവരുടെ എല്ലാ പിന്തുണ ഈ എന്താ പറയുക, ഛിദ്രപ്രവർത്തനങ്ങൾക്കാണ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണത്. സത്യം ആലോചിക്കുക, അവരുടെ പക്ഷം അങ്ങ് ചേരും. ഏതൊരാൾ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരോടൊപ്പം അതൊക്കെ വരും. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ നടപടി. ഇന്ത്യയുടെ നന്മ അത് മാത്രമാണ് മുന്നിലുള്ളത്.